സീതാലക്ഷ്മി. സീതാലക്ഷ്മി വീണ്ടും ഒരു ടാർട്ടുമായി എത്തിയിരിക്കുവാണ്. കൃഷ്ണയ്ക്ക് ഓർമ്മയുണ്ടോ മറ്റേ ആപ്പിൾ കൊടുത്തപ്പോൾ ടാർട്ടാണ് ചെയ്തത്. സെയിം മെത്തേഡിൽ തന്നെ പോയിരിക്കുകയാണ്. പക്ഷേ അതെ, ഇതിപ്പോൾ ബനാന കാരമൽ പ്ലസ് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ ഒരു അലങ്കാരം അതുകൂടി എക്സ്ട്രാ. കാണാനൊക്കെ കുഴപ്പമില്ല, പ്രസൻറ്റേഷൻ ഇസ് ഗുഡ്. അപ്പോൾ ഇനി കാണാം അല്ലേ സീതാലക്ഷ്മി എങ്ങനെയാണ് ഈ കാരമൽ ബനാന ടാർട്ട് തയ്യാറാക്കിയത് കണ്ടു. ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബനാന കൊണ്ടൊരു ഡെസേർട്ടാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബനാന 10 എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിയണം. അടുത്തത് മൈദ, ബട്ടർ, പഞ്ചസാര, ക്രീം, വാനില എസൻസ്, ഒരു നുള്ളുപ്പ്, എഗ്ഗ്. ആദ്യമായിട്ട് ഈ ഡെസേർട്ടിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. 2 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് ബട്ടറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ള ഉപ്പും ചേർത്ത് ബേസ് തയ്യാറാക്കാം. ഈ മൈദയും ബട്ടറും കൂടെ ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 2-3 ഡ്രോപ്സ് വാനില എസൻസ് നമുക്കൊരു മുട്ടയുടെ മഞ്ഞ ചേർക്കാം. മധുരം കുറവാണെങ്കിൽ നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയുടെ ആഡ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു അലൂമിനിയം ഫോയിലിനകത്ത് പൊതിഞ്ഞിട്ട് 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ബേസ് തയ്യാറാക്കാം. ഡെസേർട്ടിൻ്റെ ബേസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അത് 15 മിനിറ്റ് കഴിയുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് തയ്യാറാക്കാം. ഒരു കാരാമൽ സോസാണ്. ഈ ഡെസേർട്ടിൻ്റെ കൂടെ ഉപയോഗിക്കാനുള്ള ഒരു കാരാമൽ സോസാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: പഞ്ചസാര 1 കപ്പ്, ബട്ടർ 6 ടീസ്പൂൺ, ഫ്രഷ് ക്രീം 1/2 കപ്പ്, വാനില എസൻസ്. ഇനി നമുക്ക് പാനിലേക്ക് പഞ്ചസാര ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കാം. ഉരുക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 6 സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർക്കാം. ബട്ടർ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് 1/2 കപ്പ് ക്രീം ചേർക്കാം. ചേർത്തിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കണം. അടുത്തത് ഫ്രഷ് ക്രീം ആയിരുന്നു. അതൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. കാരാമൽ സോസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് കുറച്ച് തണുപ്പിച്ചെടുക്കാം. ഇതായിട്ട് ഇനി പുഡിങ്ങിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആ ബേസ് എടുത്തുകൊണ്ട് വരാം. ഉണ്ടാക്കാനുള്ള മാവായിരുന്നു. ഇതിനി നമുക്കൊരു മോൾഡിലേക്ക് പതുക്കെ പ്രസ് ചെയ്ത് വെക്കാം. ഈ മോൾഡിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് ഫോർക്കും കൊണ്ട് ചെറിയ ഹോൾസ് ഇടാം. ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്കൊരു ഹോൾസ് ഇടാം. ഇതിൽ എയർ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് ക്രിസ്പിയും ആവണം, അതിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തേക്കായിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിലാണ് അത് പ്രീ ഹീറ്റ് ചെയ്തേക്കുന്നത്. ഇനി അതിനകത്ത് നമുക്കൊരു 10 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. എന്താണ്? ഒരു ബനാന ഡെസേർട്ടാണ്. ബനാന ഡെസേർട്ട് കാരാമലാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്താ? കാരമൽ സോസ്. ഇത് കാരമൽ സോസ് തയ്യാറാക്കി അല്ല, ഇവിടെ വെച്ച് തയ്യാറാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതെന്താണ്? ടാർട്ട്സ് ആണോ? അത് വലുത് ഞാൻ വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ആൻഡ് ഫില്ലിങ് ബനാന ടാർട്ടല്ല, കാരാമൽ ക്രീം അതിനകത്ത് ഉപയോഗിക്കും. എന്നാലും അതിനൊരു പേര് വേണമല്ലോ. എന്താണ് പേര്? ബനാന കാരാമൽ ഡെസേർട്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് അടുത്ത പോകാനുള്ളൊരു സ്റ്റേജ് ഏതാണ്? സെമി ഫൈനലിൻ്റെ മുന്നെയാണ്. ഇന്നിപ്പോൾ ഡയറക്റ്റ് എലിമിനേഷനും ഉണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ടാണോ ഒന്ന് വന്നിരിക്കുന്നത്? നന്നായിട്ട് ചെയ്യണം അല്ലേ? കുറച്ച് കയറണം എന്നുണ്ട് നെക്സ്റ്റ് റൗണ്ടിലേക്ക് അല്ലേ? ഏതായാലും ഇത്രയും വന്നല്ലേ അല്ലേ? നോക്കാം. അപ്പോൾ മാക്സിമം ശ്രദ്ധയോടുകൂടി ചെയ്യുക കേട്ടോ. വളരെ കെയർഫുൾ ആയിരിക്കണം, എന്നാലേ കാര്യം നടക്കും.
ഏകദേശം 10 മിനിറ്റായി. നമുക്ക് ഓവനകത്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഡെസേർട്ടിൻ്റെ ബേസ് എടുക്കാം. ഈ മോൾഡ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനകത്തുനിന്ന് ഇത് ഇളക്കിയെടുക്കാം. ഗ്ലേസ്ഡ് ചെറീസ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇത് എത്ര കണ്ടാലും ഞാൻ അറിയാണ്ട് കഴിക്കും. സ്വീറ്റ്. പിന്നെ ഇത് നമ്മളുടെ ഫില്ലിംഗ് ആണ് അല്ലേ? അത്യാവശ്യം കാരമൽ സോസ്, കാരമലും ബട്ടറും ക്രീം, ഫ്രഷ് ക്രീം, ബനാന അല്ലേ? പഴമില്ലേ അതിന്? പഴം ഇനി ഇതിനകത്ത് വെക്കരുത്, അതിൻ്റെ പുറത്തായിട്ട്. ഓ, ഇതിനകത്ത് പഴത്തിൻ്റെ പ്യൂർ ഇല്ല 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 ഇല്ല, പഴം വെച്ചിട്ട് എൻ്റെ അതിൻ്റെ മേളിൽ ഫില്ല് ചെയ്യാനാണ്. ഓക്കെ. ഈ ഫ്രഷ് വിപ്പിംഗ് ക്രീം ഏറ്റവും മുകളിൽ. ബേസ് കഴിഞ്ഞ പ്രാവശ്യം ഏതായിട്ടായിരുന്നു അത് ആപ്പിളിൽ ചെറുതായിരുന്നു, വെച്ച് ചെയ്തതും ഇത് തന്നെയാണ് അല്ലേ? ചാർട്ടായിരുന്നു, അത് ചെറുതിലായിരുന്നു. എന്താണ് എപ്പോഴും ചാർട്ടിലേക്ക് പോകുന്നത് സീത? ചാർട്ട്സിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പഠിച്ചിരുന്നോ? കുറച്ച് നോക്കിയിരുന്നു. ഇപ്പം എല്ലാം ചാർട്ടാണ്. അടുത്തായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരാമൽ സോസും കൂടെ ഇതിലേക്ക് നിറയ്ക്കാം. ഫില്ല് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരാമൽ സോസും കൂടെ അതിൻ്റെ പുറത്ത് നമുക്ക് ഒഴിക്കും. ബേസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ മാവ് തന്നെ ഉപയോഗിച്ച് ഇതിൻ്റെ പുറം കവർ ചെയ്യാനായിട്ടൊരു പാർട്ട് ഉണ്ടാക്കാം. ഇത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യാം. ഡെസേർട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് എടുക്കാം. ഇനി നമ്മൾ കാരമൽ എവിടെയാണ്? ആ ബനാനയുടെ കൂടെ ചേർക്കണം. മിക്സിങ്ങിനൊരു റോ ഫീലിംഗും. എക്സാക്ട്ലി. സീത, ശരിക്കും ഇത് എന്താ പറയുക, നമുക്കൊരു റോ ടേസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ ആ സാധനമുണ്ട്. പഴമായിട്ട് തന്നെ ഇരിക്കുന്നു. കാരമലിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ വന്നിട്ടില്ല. നമ്മളൊരു റോബസ്റ്റ പഴം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ബിസ്ക്കറ്റ് കൂട്ടി കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു ഫീലാണ്. പ്ലസ് ക്രീം, അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ കാണാനൊക്കെ ഭംഗിയുണ്ട്. എനിക്കൊണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. പക്ഷേ നോട്ട് ബാഡ്, അത്ര മോശമല്ല. സംതിങ് ഒരു എന്താ പറയുക, കുഴപ്പമില്ല. പക്ഷേ അതിലെക്കാട്ടിൽ കൂടുതൽ ചിന്തിക്കാം. അങ്ങനെ. ഓക്കെ, ശരി.